നമ്മൾ ഈ മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കായിട്ട് 10,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് പോകുമ്പോൾ വീടുകളിൽ വെള്ളം കയറിയവർക്ക് അടിയന്തിരമായി 10,000 രൂപ വെച്ച് ഓരോരുത്തർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്ക് ഒരു കാർഡിൽ നിന്ന് 2 പേർക്ക് 300 രൂപ വീതം, അപ്പോൾ അത് ഇത് നിൽക്കുന്നത് വരെ അവർക്കൊരു ധനസഹായമായി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഗതിയിൽ കിട്ടുന്നത് മരിച്ചവർക്ക് കിട്ടുന്നത് SDRFൽ നിന്ന് 4 ലക്ഷം രൂപ, CMDRFൽ നിന്ന് 2 ലക്ഷം രൂപ, പിന്നെ PMNRFൽ നിന്ന് 2 ലക്ഷം രൂപ, അങ്ങനെ 8 ലക്ഷം രൂപയാണ് മരിച്ചവർക്കുള്ള ധനസഹായം. പിന്നീട് നമുക്ക് നേരത്തെ നമ്മൾ ഈ വലിയ ലാൻഡ് സ്ലൈഡൊക്കെ വന്ന് വീട് കംപ്ലീറ്റ് ഒഴുകിപ്പോയി, വീടില്ല, ആ സ്ഥലത്ത് വീടും വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നേരത്തെ കൊടുത്തിരുന്നത് 6 ലക്ഷം രൂപ സ്ഥലം മേടിക്കാനും 4 ലക്ഷം രൂപ വീട് പണിയാനുമാണ്, 10 ലക്ഷം രൂപ. അത് 12 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് 12 ലക്ഷം രൂപയ്ക്ക് വർദ്ധിപ്പിക്കുന്നത്. വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് നേരത്തെ കൊടുത്തിരുന്നത് 4 ലക്ഷം രൂപയാണ്, അത് 6 ലക്ഷം രൂപയ്ക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ നേരത്തെ 10 ലക്ഷമായിരുന്നത് 12 ലക്ഷമാക്കി. നേരത്തെ 4 ലക്ഷം വീട് വയ്ക്കാൻ കൊടുത്തിരുന്നത് നമ്മൾ 6 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു. കാരണം ഈ വീടിൻ്റെ മെറ്റീരിയൽസിനൊക്കെ വില കൂടി. ഇത് പണ്ടെങ്ങാണ്ട് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന റേറ്റാണ്, ആദ്യമായിട്ടാണ് ഇത് കൂട്ടുന്നത്, ഇപ്പോൾ കൂട്ടുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. അത് കൂട്ടായി കൊടുക്കാനുമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ കൃഷിനാശത്തിനും ചെറിയ തോതിലുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് 2.5 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി നശിച്ചാൽ 13,500 രൂപയാണ് കൊടുത്തിരുന്നത്. അങ്ങനെ കൃഷിനാശത്തിന് വളരെ ചെറിയ നഷ്ടപരിഹാരമാണ്. അത് ഒരു പ്രപ്പോസൽ കൃഷി വകുപ്പിൽ നിന്നുകൂടി തരാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസം ക്യാബിനറ്റ് യോഗം കൂടി കൃഷിനാശം ഉണ്ടായവരുടെ നഷ്ടപരിഹാരം കൂടി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം നമ്മൾ ഇന്നത്തെ യോഗത്തിൽ എടുത്തിട്ടുണ്ട്. അത് മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് അത് എത്രയാണ് വർദ്ധിപ്പിച്ചത് എന്ന് തീർച്ചയായിട്ടും അത് അറിയിക്കും.